കൃഷിചേർക്കൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുടുംബജന്യ താളം തിരിച്ച് ആവശ്യ സാധനങ്ങൾക്ക് വില ഉയരുന്നു. മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ടെക്നിക്സ് എന്ന വിഷയത്തിൽ 3 മാസത്തെ കോഴ്സ് സംഘടിപ്പിക്കുന്നു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകശ്രീ പദ്ധതിക്ക് തുടക്കം. ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് തോട്ടം മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. കുടുംബജന്യ താളം തിരിച്ച് ആവശ്യ സാധനങ്ങൾക്ക് വില ഉയരുന്നു. നോമ്പുകാലത്ത് പോലും ചിക്കനും മീനിനും തീവില തന്നെ. കേരളത്തിലെ കനത്ത ചൂടിൽ ഇറച്ചിക്കോഴികൾ ചാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ തമിഴ്നാട് ലോബി ഉൽപ്പാദനം കുറച്ചതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം. 1 കിലോ കോഴിയിറച്ചിക്ക് 150 രൂപയാണ് ഈടാക്കുന്നത്. ആട്ടിറച്ചിക്ക് 800 മുതൽ 900 വരെയും കോഴിമുട്ടയ്ക്ക് 6 രൂപയും ഈടാക്കുന്നുണ്ട്. ചൂട് വർദ്ധിച്ചതോടെ കടൽ മീനുകളും കുറഞ്ഞു. ആശ്വാസമായി സവോളയ്ക്ക് വില കുറഞ്ഞെങ്കിലും മറ്റു പച്ചക്കറികൾക്ക് 60 മുതൽ 80 രൂപ വരെ വില വർദ്ധിച്ചു. മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ടെക്നിക്സ് എന്ന വിഷയത്തിൽ 3 മാസത്തെ കോഴ്സ് സംഘടിപ്പിക്കുന്നു. റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് ഏപ്രിൽ മുതൽ കോഴ്സ് ആരംഭിക്കും. 15 സീറ്റുകളാണുള്ളത്. മാർച്ച് 15 വരെ അപേക്ഷ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലോ ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാം. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകശ്രീ പദ്ധതിക്ക് തുടക്കം. നൂതന സാങ്കേതിക രീതികൾ പ്രയോജനപ്പെടുത്തി പരിമിതമായ സാഹചര്യത്തിൽ മികച്ച കൃഷിയിടം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ണ് പൂർണ്ണമായി ഒഴിവാക്കി പകരം പഴയ പാത്രങ്ങൾ, ചാണകപ്പൊടി, ചകിരി, ചോറ്, കമ്പോസ്റ്റ് എന്നിവ നിശ്ചിത അളവിൽ തട്ടുകളായി അടുക്കി ഏറ്റവും മുകളിൽ ഡോളോമൈറ്റ് മിശ്രിതം എന്നിവ ഉപയോഗിച്ച് സജ്ജീകരിച്ചിട്ടുള്ള ഗ്രോ ബാഗുകളിലാണ് കൃഷി ചെയ്യുന്നത്. ജലം പാഴാക്കാതെ ആവശ്യാനുസരണം മാത്രം ഗ്രോ ബാഗിൽ എത്തിക്കുന്ന തിരുനന സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3800 ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ബാഗുകൾ 100 യൂണിറ്റുകളായി തിരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് ആകെ ചിലവിൽ 75% ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡിയായി നൽകും. ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് തോട്ടം മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വെച്ച് ഫെബ്രുവരി 28-ന് പരിപാടി നടക്കും. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാർ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിലെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ B ശശികുമാർ മുഖ്യാതിഥിയാകും. ശാസ്ത്രം സമൂഹ നന്മയ്ക്ക് ചില അടയാളങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം ക്ലാസുകൾ എടുക്കും. കൂടാതെ ശില്പശാലയിൽ പങ്കെടുക്കുന്നവർക്കായി പ്രസംഗ മത്സരവും ക്യൂസും സംഘടിപ്പിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 80 പേർക്ക് ശില്പശാലയിൽ പങ്കെടുക്കാം. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.